ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2355. ഇന്ന് ജൂൺ മാസം 12-ാം തീയതി 163-ാമത്തെ ദിവസത്തിലെത്തി. എക്കാലവും ഒരുപോലെ തന്നെ ജീവിക്കാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ശ്രമിക്കുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ എന്ന് വെച്ചാൽ 10 കൊല്ലം മുമ്പുള്ള എൻ്റെ ജീവിതം പോലെ തന്നെ ജീവിക്കാൻ 10 കൊല്ലം കഴിഞ്ഞ ഈ ദിനവും ഈ കാലവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുവേണ്ടിയാണോ എൻ്റെ പരിശ്രമം? ഇനിയൊരു 10 വർഷം കൂടെ ആയുസ് കിട്ടിയാൽ ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ ഞാൻ ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ? ഒരു വ്യക്തത ഉണ്ടാവണ്ടേ. എല്ലാ കാലവും ഒരുപോലെ അല്ലല്ലോ ജീവിക്കേണ്ടത്. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തായാലും സോക്രട്ടീസ് അന്നും പതിവുപോലെ വൈകിട്ട് നടക്കാനിറങ്ങി. വഴിയിൽ ആ പതിവ് വയോധികനെ കണ്ടുമുട്ടി. പല ദിവസമായപ്പോൾ പരസ്പരം പരിചയമായി. അയാൾ ഒരു നാൾ സോക്രട്ടീസിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കൂട്ടുകുടുംബമായിരുന്നു. അവിടുത്തെ ഒരു സന്തോഷം കണ്ട് സോക്രട്ടീസ് വയോധികനോട് ചോദിച്ചു, ഈ സന്തോഷം നിലനിർത്താൻ താങ്കൾ എന്താണ് ചെയ്യുന്നത്? അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നതാണ് ഈ സന്തോഷത്തിന്റെ കാരണം. സോക്രട്ടീസിന് ആദ്യമൊന്നും മനസ്സിലായില്ല. വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ സന്തോഷത്തിന്റെ കാരണം. വാർദ്ധക്യത്തിലെത്തിയില്ലേ, കുറെ നാള് മുമ്പ് തന്നെ വ്യാപാരം മക്കളെ ഏൽപ്പിച്ചു, വീട് നോക്കാൻ മരുമക്കളെ, പിന്നെ കൊച്ചുമക്കളുടെ ചെറിയ സംശയം തീർക്കലും അവരുടെ കൂടെയുള്ള കളികളുമൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം. സോക്രട്ടീസ് പറയുകയാണ്, ഈ പ്രായത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും സന്തോഷവാനാകുന്നത്. ഓരോ കാലത്തിലും ഓരോ പ്രായത്തിലും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനുഷ്യൻ പഠിക്കാതെ പോകുന്നു, പഠിച്ചിട്ടും പാലിക്കാതെ പോകുന്നു, ഓർത്തിരുന്നിട്ടും ബോധപൂർവം അത് മറന്നു കളയുന്നു. എക്കാലവും ഒരുപോലെ അല്ല ജീവിക്കേണ്ടത്. പ്രായവും കാലവും വരുത്തുന്ന അവസ്ഥാന്തരങ്ങളുണ്ട് ശരീരത്തിലും മനസ്സിലും. അത് മനസ്സിലാക്കി വേണം ഓരോ ദിനവും ജീവിക്കാൻ. കുട്ടിത്തം കുട്ടിക്കാലത്തിന്റെ പ്രത്യേകതയാണ്. പക്വത പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. ഉത്തരവാദിത്തങ്ങളെല്ലാം ഒഴിഞ്ഞുള്ള സമ്പൂർണമായ ആനന്ദം വാർദ്ധക്യത്തിന്റെ അവകാശവുമാണ്. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ എവിടെയോ പിടിവാശിയോടെ മത്സരബോധത്തോടെ മറ്റെവിടെയോ അള്ളിപ്പിടിച്ച് തങ്ങിക്കൂടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് ജീവിതം ഇത്രത്തോളം ഇരുള് നിറഞ്ഞതും നിരാശയുടെ കൂടുമായി മാറുന്നത്. ജീവിക്കാൻ ഏറ്റവും നല്ല വഴി കാട്ടിത്തന്ന ക്രിസ്തുയേശുവിനെ നമ്മൾ ഇതുവരെയും കാര്യമായിട്ട് മനസ്സിലാക്കാതെയും പോകുന്നുണ്ട്. സുവിശേഷത്തിലേക്കൊന്ന് മടങ്ങിയെത്തിയാൽ മതി. യേശുവിനെ കാര്യമായിട്ടൊന്ന് പിന്തുടർന്നാൽ മതി. വെളിച്ചം കിട്ടും, വഴിയും കണ്ടെത്താൻ പറ്റും. ആമേൻ.